കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 5 എപ്പിസോഡ് 6 ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഇന്ന് 2 ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, പകരം ഒരെണ്ണം മാത്രമായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടു ബി ഫ്രാങ്ക്, ഞാൻ നല്ല ടയേർഡാണ്. ഇന്നലെ എനിക്ക് ട്രിവാൻഡ്രം പോകേണ്ട റീസൺ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതെല്ലാം. പക്ഷേ അതിലുപരി ഇന്നലെ രാത്രി 8 മണിക്ക് ഞാൻ വീട്ടിൽ വരേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ വന്ന് കയറിയത് 2:30 കഴിഞ്ഞു. അത്രയും വലിയ ഡിലേ ആണ് ട്രെയിന് കിട്ടിയത്. സോ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. അതുമാത്രമല്ല മഴയൊക്കെ കൊണ്ട് അത്യാവശ്യം പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സോ എൻ്റെ ഹെൽത്തും കൂടെ നോക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ചാപ്റ്റർ മാത്രമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ലീ സിഹാൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഡിക്റ്റേറ്റീവിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഈ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് പുള്ളിക്കാരൻ ഒരു ന്യൂബിയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഇവരെ പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ്. ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ ഗോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. പുള്ളിക്കാരൻ ക്രിമിനൽസിനെ പിടിക്കുന്നത് തന്നെ നമ്മൾ ഞെട്ടിത്തരിക്കുന്ന രീതിയിലാണ്. ഇൻഫാക്ട് പുള്ളിക്കാരന് 200% അറസ്റ്റ് റേറ്റ് ഉള്ളത്. എത്ര കൊലകൊമ്പനാണെങ്കിലും പുള്ളിക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പോകും. അതുകൊണ്ടാണ് എല്ലാവരും ഗോസ്റ്റ് എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തിന്, പുള്ളി ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ കൊറിയയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഒരു ലെജൻഡായിട്ട് പുള്ളി മാറിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നത്, ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് പോലും അവനത് വേണ്ടെന്ന് വെച്ചു. കാര്യം ഈ ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ആരാണ് ഒരു പ്രൊമോഷനൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? പെട്ടെന്ന് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, സോ നീയാണല്ലേ ഇന്നത്തെ ന്യൂബി? സാർ അത് തന്നെ. എടാ പുള്ളി ഫോർമാലിറ്റി ഒന്നും വേണ്ട, നമ്മളെല്ലാവരും ഇവിടെ ഒരു ഫാമിലിനെ പോലെയാണ്. എന്നാ ഈ കോഫി കുടിക്കുക. എന്നിട്ട് പുള്ളിക്കാരൻ കുടിച്ചിട്ട് പറയുന്നുണ്ട്, സാർ എന്നിട്ട് ചീഫ് പറഞ്ഞത് ഞാൻ ഡിക്റ്റേറ്റീവ് സങ്ങിൻ്റെ കൂടെയാണെന്നാണ്. ആരി ഗോസ്റ്റിൻ്റെ കൂടെ? പെട്ടെന്ന് പുള്ളിക്കാരൻ ഞെട്ടുന്നുണ്ട്. അവൻ എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് ചെയ്യണമെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പേര് അവന് കൊടുത്തത്. പക്ഷേ പതുക്കെ പതുക്കെ അവരെല്ലാവരും പറഞ്ഞു തുടങ്ങി. അല്ല നിനക്കും അവനെ അറിയാവോ? ഞാൻ കേട്ടിട്ടുണ്ട്. നീ കുടിക്കുന്ന കോഫി ഉണ്ടോ? സത്യം പറഞ്ഞാൽ അത് അവൻ്റെ കോഫിയാണ്. പെട്ടെന്നായിരുന്നു ജിൻവോ അവിടേക്ക് വരുന്നത്. പറയുന്നുണ്ട്, കണ്ടാ വാ എടുത്ത് നിർത്തിയില്ല. അതിനു മുമ്പ് അവനിവിടേക്ക് വന്നിട്ടുണ്ട്. സോ ഇതാണല്ലേ ഗോസ്റ്റ് സീനിയർ. സോ ഇതാണ് നമ്മുടെ ന്യൂബി. അതെ, ഇവൻ്റെ പേരാണ് ലീസാൻ. നീ എന്തായാലും ഇവനെ നോക്കത്തില്ലേ? പിന്നല്ലാതെ. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലീസാനും പിടിച്ചുകൊണ്ട് ജിൻവു പോകുവാണ്. ആളത്ര പ്രശ്നക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ കോഫി കുടിച്ചിട്ട് എന്നെ ഇതുവരൊന്നും പറഞ്ഞില്ലല്ലോ. സാർ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അല്ലടാ, നീ എന്തിനാണ് ഒരു പോലീസ് ഓഫീസറായത്? അത് പിന്നെ ബാഡ് ഗേഴ്സിനൊക്കെ പിടിക്കാനായിട്ട്. അത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനും അതിനു വേണ്ടിയാണ് ഒരു പോലീസ് ഓഫീസറായത്. സോ നമുക്കെന്തായാലും പോയി പിടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ നടന്ന് പോകുവാണ്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ കാണുന്നത് ലീസൻ പാതി ചെത്ത് കിടക്കുന്നതാണ്. കാര്യം പറ്റുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിർത്താതെ അവന്മാർ ക്രിമിനൽസിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിനുവിൻ്റെ കൂടെ പിടിക്കാനായിട്ട് അവൻ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ജിനുവിന് ഇഷ്ടപ്പെട്ടു. കാര്യം ജിനുവിൻ്റെ കൂടെ നിൽക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഭാവിയിൽ ഇനി ടീച്ച് ചെയ്യാനും ജിനുവിന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോൾ ഇഗ്രിസ് പറയും ചെയ്യും, മൈലിംഗ് താങ്കൾ ഇങ്ങനത്തെ മെൻ്റൽ ടാസ്ക് ഒന്നും എടുക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. പെട്ടെന്നായിരുന്നു ജിനുവിൻ്റെ കണ്ണിൽ അത് പെടുന്നത്. ഒരു പെങ്കൊച്ചു കിടന്ന് ബഹളം ഉണ്ടാക്കുവാണ്. ഡിക്റ്റേറ്റ്, ഞാൻ പറയുവാണ്, ജിന്നൊരിക്കലും കമ്മിറ്റഡ് സൂയിസൈഡ് ചെയ്യത്തില്ല. താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എവിഡൻസ് ഒക്കെ കണ്ടില്ലേ, അത് ഉറപ്പായിട്ടും ഒരു സൂയിസൈഡ് തന്നെയാണ്. എങ്കിൽ ഈ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. അവൾ മരിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് എനിക്ക് അയച്ച ടെക്സ്റ്റാണ്. ഇത് കണ്ടിട്ട് മരിക്കാൻ പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഈ മരിക്കാൻ പോകുന്നത്, ഈ സൂയിസൈഡൊക്കെ ചെയ്യാൻ പോകുന്നവർ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ്, അല്ലാതെ അവർ പ്ലാൻ ചെയ്തെടുക്കുന്ന തീരുമാനമല്ല. എങ്കിൽ ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അതും മേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഡിക്ഷണറി പറയുന്നത്, സങ് അത് വലിയ പ്രശ്നമുള്ള കേസായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പെൺകൊച്ചി അവളുടെ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുമായിരുന്നു. മരണ കാരണം എന്ന് പറയുന്നത് എക്സസീവ് ബ്ലഡ് ലോസ് ആണ്. അവളുടെ കൈ മുറിഞ്ഞിരുന്നു. ആ ഒരു കത്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല അവൾ വളരെ ചിയർഫുള്ള പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ കൂടി നല്ല ഡിപ്രഷനുള്ള ഒരു പെൺകൊച്ചാണ്. ഇത് കണ്ടിട്ട് അധികം സ്ട്രേഞ്ച് ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അതിലേ ഞാനും പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞാൻ എന്തായാലും ഇതിൽ തന്നെ നോക്കാം. സോ അവനും എന്തൊരു മണം കിട്ടിയിട്ടുണ്ടല്ലേ. ഞാനാണ് ഡിക്റ്റേറ്റീവ് സങ് ജിൻവു. ഞാൻ എന്തായാലും ഈ കേസിൽ പറ്റി ഒന്ന് നോക്കിയിരിക്കും. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു റൂമിലേക്ക് പെട്ടെന്നായിരുന്നു നമ്മുടെ ജിൻവു വന്നത്. പുള്ളിക്കാരൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് നേരെ ആ ഒരു ബാത്ത് ടബിലേക്ക് പോകുവാണ്. അവിടെ ആട്ടെ ചെറിയ ചോരക്കറിയുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, പണ്ടൊക്കെ എനിക്കൊരു കോപ്സ് വേണമായിരുന്നു, പക്ഷേ ഇന്നങ്ങനെയല്ലെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ എറേസ് എന്ന് പറയുന്ന കമാൻഡ് പറയും. ആ ഒരു പെൺകൊച്ച് ഷാഡായിട്ട് മാറുന്നുണ്ട്. അവൾക്കിടന്ന് പേടിക്കാൻ നേരത്ത് ജിനു പറയും ചെയ്യും, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. നീയാണോ നിൻ്റെ ജീവനെടുത്തത്? അതെ. റീസൺ എന്തായിരുന്നു?
അത് പിന്നെ കാണിക്കുന്നത് മറ്റൊരു അപ്പാർട്ട്മെൻ്റാണ്. ഒരാൾ പറയുന്നുണ്ട്, ആരാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്? ഞാൻ സങ് ജിൻവു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. താങ്കളുടെ മകളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരൻ തള്ളി തുറന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഡിറ്റക്റ്റീവ്, എന്തെങ്കിലും അടി കിട്ടുമോ? എങ്ങനെയാണ് എൻ്റെ മകൾ മരിച്ചത്? എന്തെങ്കിലും അടി കിട്ടുമോ? ഞങ്ങളിപ്പോഴും അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ മകളെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനെന്താ, ഞാൻ എവിടെ വേണമെങ്കിലും വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ മകൾക്ക് നീതി കിട്ടാനായിട്ട് ഞാൻ ഏത് അറ്റം വരെ പോകാനും റെഡിയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു കോഫി ഷോപ്പാണ്. നമ്മുടെ ജിൻവു ചോദിക്കുന്നുണ്ട്, സോ താങ്കളുടെ മകൾ എങ്ങനത്തെ ഒരു പെങ്കൊച്ചാണ്? അല്ല, എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ ആരോടെങ്കിലും? അങ്ങനെയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അവൾ വളരെ പാവപ്പെട്ട ഒരു കൊച്ചാണ്. വളരെയധികം കൈൻഡും ഇന്നസെൻറ്റുമായുള്ള ഒരു കുഞ്ഞായിരുന്നു. ഡിറ്റക്റ്റീവ്, എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നേ ഇല്ല അവൾ സൂയിസൈഡ് ചെയ്തെന്ന്. നിനക്ക് അവളെ വളരെയധികം ഇഷ്ടമായിരുന്നല്ലേ? പിന്നല്ലാതെ അവളെൻ്റെ റിയൽ ഡോക്ടറൊന്നുമല്ല. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അവളെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് തീർത്തു കൊടുത്തേന്നു. എങ്കിൽ നീ ആദ്യം ഇതൊന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഫോൺ അങ്ങോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഓഡിയോ ക്ലിപ്പും അങ്ങോട്ട് പ്ലേ ചെയ്യും. സംഭവം വേറൊന്നുമില്ല, ആ ഒരു പെങ്കുച്ചി എല്ലാ ദിവസവും അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു. അതും അവളുടെ അഡോപ്റ്റീവ് ഫാദറിൽ നിന്ന്. അവൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ അവിടെയും അവളുടെ അച്ഛൻ പിന്തുടർന്നു. അവളുടെ അഡോപ്റ്റീവ് ഫാദർ പിന്തുടർന്നു. ഐ മിസ് യു, ഐ ലവ് യു എന്നുള്ള മെസ്സേജൊക്കെ വന്ന് അവസാനം അവൾക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവൾ സൂയിസൈഡ് ചെയ്തത്. ഇതെല്ലാം എന്തിനാണ് എന്നോട് പറയുന്നത്? നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവിടേക്ക് പോലീസുമായിട്ട് വന്നാൽ പോരായിരുന്നോ? ഞാനൊരു കാര്യം പറയാം, നിനക്ക് 2 ചോയ്സ് ഉണ്ട്. ചോയ്സോ? അതെന്താണ്? ഒന്നെന്ന് പറയുന്നത്, നീ എല്ലാം കുറ്റവും പറഞ്ഞ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് സറണ്ടർ ആകാം. അപ്പം മറ്റേ ചോയ്സ് എന്താണ്? നീ ചെയ്ത കുറ്റത്തിന് എനിക്ക് റീസണബിളായുള്ള ഒരു പ്രൈസ് മാത്രം വേണം. ഇത് കേൾക്കാൻ നേരത്ത് പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സോ പണമാണല്ലേ, എത്ര വേണം? പക്ഷേ ഇത് കേൾക്കാൻ നേരത്ത് ജിനുവിൻ്റെ ചിരി പോകുന്നുണ്ട്. അപ്പം ജിനു ദേഷ്യപ്പെട്ട് പറയും ചെയ്യും, നീയെങ്കിൽ മര്യാദക്ക് കേട്ടോ, നീ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അത് യഥാർത്ഥ ലോകമേ അല്ല. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ലോകമാണ്, ഒരു ടെമ്പററി വേൾഡാണ്. ഞാനാണ് ഇവിടുത്തെ ഓണറും. എൻ്റെ പെർമിഷനില്ലാതെ ആർക്കും ഇവിടേക്ക് വരാനും പോകാനും പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത് മരണമാണ്, എറ്റേണൽ റെസ്റ്റാണ്. നീ ഇവിടെ എന്നേക്കുമായി ഇംപ്രഷൻ ചെയ്യപ്പെട്ടിരിക്കുവാണ്. ഡിക്റ്റേറ്റീവ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്? പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? അതുമല്ല, ഇവിടെ എങ്ങനെയാണ് ഇത്ര വെളിച്ചം നിൽക്കുന്നത് രാത്രിയായിട്ട് കൂടിയും? അതുമല്ല, ഇവിടെ വേറൊരാൾ പോലും ഇല്ലല്ലോ. ഞാനിത് എവിടെയാണ്? പെട്ടെന്ന് പുള്ളിക്കാരൻ കാണുന്നുണ്ട്. നീ ആരാണ്? ഇത് ഡ്രീം അല്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരനെ ഓടാൻ നിർത്ത്. നമ്മുടെ ബെറുവും കൂട്ടരും വന്ന് പുള്ളിക്കാരനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല, പുള്ളിക്കാരനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയുകയും ചെയ്യും. പെട്ടെന്ന് ആ ഒരു പെങ്കൊച്ച് വന്നിട്ട് പറയുന്നുണ്ട്, മൈ ലീഗ്, താങ്ക്സ്. സോ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യണോ? എനിക്ക് ഒരു ഫേവറും കൂടെ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് കുഴപ്പമൊന്നും ആയില്ലെങ്കിൽ പിന്നെ കാണിക്കുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടേക്ക് ഒരു പെങ്കൊച്ച് വന്നിട്ടുണ്ട്. ജിനുവായിട്ട് ഒരു സാധനം ആ പെങ്കൊച്ചിൻ്റെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. ജിന്നിതെനിക്ക് തരാൻ പറഞ്ഞെന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല, ഇതിൽ താങ്കളുടെ പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവൾ താങ്കൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു പ്രസൻ്റ് ആണെന്നാണ്. എന്തായാലും അത് മർഡർ അല്ല എന്നാണ് എൻ്റെയും ഒരു കണ്ടെത്തൽ. ഞാൻ എന്തായാലും അത് നോക്കുന്നുണ്ട്. ഒരു ചാൻസ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ അതിനർത്ഥം അവളത് തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അത് തുറന്ന് നോക്കാൻ നേരത്ത് അവൾ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ്, താങ്ക് യു. ആ പെങ്കുച്ചിന് ഇങ്ങനെയൊന്നും വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് 2 പേർക്കും ഇന്നീ ബർത്ത്ഡേ ഒരുമിച്ച് സന്തോഷത്തോടെ കൂടാമായിരുന്നു. അങ്ങനെ നമ്മുടെ ജിനു ആ ഒരു കേസ് തെളിയിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നത്.